കൂട്ടുകാരെ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് മക്കളെ എക്സാം വരുന്നത്? ഇൻറ്റഗ്രേഷൻ ആണല്ലേ, അഥവാ നമ്മുടെ ഉത്കൃതനം എക്സാമാണ് വരുന്നത്. അപ്പം മിസ് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയും പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ലേ, വേഗം നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. അതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നോക്കിക്കേ മക്കളെ, നമ്മുടെ ആദ്യത്തെ ഒരു പ്രവർത്തനം വരുന്നത് ശുചിത്വം മഹത്വം എന്നതാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്: പാചക മത്സരത്തിൽ പങ്കെടുത്ത കുതിരച്ചേട്ടൻ കണ്ട കാര്യങ്ങൾ നോക്കൂ. ശരിയായവയ്ക്ക് സ്മൈലും തെറ്റായവയ്ക്ക് ഇതായി ഒരു വിഷമിച്ച് നിൽക്കുന്ന ഈ ഒരു ഇമോജിയും നിങ്ങളടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം പാചക മത്സരത്തിൽ ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിരിക്കുന്നതും, അതുപോലെ തന്നെ അവിടെ ചീത്തയായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു ഇമോജിയാണ് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പാചകത്തിന് മുമ്പ് കൈ കഴുകി എന്നതാണ്. അത് നല്ല കാര്യമാണോ മക്കളെ? യെസ്, നല്ല ഒരു ശുചിത്വ ശീലമാണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിന് സ്മൈലി വരയ്ക്കാം. അടുത്ത നോക്കിക്കേ മക്കളെ, പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകിയില്ല എന്നതാണ് കേട്ടോ. അവിടെ നമുക്ക് എന്താണ് വരയ്ക്കാൻ പറ്റുക? സ്മൈലി വരയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അത് ഒരു നല്ലൊരു ശീലമല്ല. പാചകത്തിന് മുമ്പ് എന്ത് ചെയ്യണം, പാത്രം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കഴുകാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചു എന്നതാണ്. അത് നല്ലൊരു ശീലമാണോ? അല്ല. അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു ഇമോജിയാണ് മക്കൾ വരയ്ക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്. അത് നല്ല ശീലമല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മൈലി ഇമോജി വരയ്ക്കാം. അടുത്ത വൺ നോക്കിക്കേ, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചു അല്ലേ. നല്ല ശുദ്ധമായിട്ട് വെള്ളം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതും നല്ലൊരു ശീലമാണ്. അപ്പോൾ അതിന് നമുക്ക് സ്മൈലി വരയ്ക്കാം. ലാസ്റ്റ് വൺ നോക്കിക്കേ, വൃത്തിയില്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്തു. അത് ചെയ്യാൻ പാടുണ്ടോ മക്കളെ? ഇല്ല. അതുകൊണ്ട് അതിന് ഈ ഒരു ഇമോജി വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ മക്കൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നല്ല ശുചിത്വ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. വേറെയും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് മക്കൾ നോക്കുക കേട്ടോ. വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മുടെ ട്യൂഷനിലുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ആരോഗ്യകരമായ ജീവിതത്തിന് നാം പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ദിവസവും കുളിക്കണം അല്ലേ. ദിവസവും കുളിക്കണം എന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ശുചിത്വ ശീലം എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നഖം മുറിക്കണം അല്ലേ. വീക്കിലി 1 ടൈം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നഖം മുറിക്കണം. അപ്പോൾ അത് മക്കൾക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. നഖം മുറിക്കണം. അതുപോലെ തന്നെ നമ്മൾ ദിവസവും മക്കളെ 2 നേരം എന്ത് ചെയ്യണം, പല്ല് തേക്കണം അല്ലേ. ദിവസവും നമ്മൾ 2 നേരം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, പല്ല് തേക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ് മക്കളെ, നല്ല ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ മക്കൾക്ക് അതിൽ എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ശുചിത്വ ശീലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ ആ ഭാഗം നോക്കി വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, ഇthen നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ, അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാസത്തിൽ വെറും 100 രൂപയാണ് നിങ്ങളുടെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർക്കുക, മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നമ്മുടെ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് സിലബസ് ക്ലാസ്സിന് പുറമേ ആയിട്ട് നമ്മൾ വെക്കേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതിനും ആദ്യം ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അതോടൊപ്പം തന്നെ എഴുത്തും വായനയും പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ, അതായത് മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും ഗണിതത്തിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ആകാശത്തിലെ കൂട്ടുകാർ എന്നതാണ്. നോക്കിക്കേ മക്കളെ, കാട്ടിലെ ഉത്സവത്തിന് ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നു. കുയിലമ്മ വരച്ച ചിത്രത്തിന് നിറം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റെയിൻബോ അല്ലേ, ഒരു മഴവില്ലിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രത്തിന് മക്കൾ എന്ത് ചെയ്യണം, നിറം നൽകണം. അപ്പോൾ മഴവില്ലിന് നിറം നൽകുന്ന ആ ഒരു ഓർഡർ മക്കൾക്ക് അറിയില്ലേ? അത് വച്ചിട്ട് വേണം നിങ്ങളവിടെ ചിത്രത്തിന് നിറം നൽകാനായിട്ട് കേട്ടോ. നമുക്കറിയാം മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട് മക്കളെ? 7 നിറങ്ങളാണ് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓർഡർ അനുസരിച്ച് കളർ ചെയ്യുക കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മിസ് ഇപ്പോൾ അവിടെ കളർ ചെയ്ത് കാണിക്കുന്നില്ല, മക്കളതൊന്ന് വരച്ച് പഠിക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഴവില്ലിന് എത്ര നിറങ്ങൾ? നമ്മൾ പറഞ്ഞു മഴവില്ലിന് 7 നിറങ്ങളാണ്. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ.
ഓക്കെ മക്കളെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മഴവില്ലിലെ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേര് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴവില്ലിലെ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേര് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഒന്ന് നമുക്കറിയാം അല്ലേ, ചുവപ്പ് നിറമുണ്ട്. മഴവില്ലിൽ എന്ത് നിറമുണ്ട്? ചുവപ്പ് നിറമുണ്ട് അല്ലേ, ചുവപ്പ് നിറമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വയലറ്റ് നിറമുണ്ട് അല്ലേ, പിന്നെ അതുപോലെ തന്നെ മഞ്ഞ നിറമുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മഴവില്ലിലുള്ള നിറങ്ങൾ ഏതൊക്കെയാണെന്നത് മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രാത്രിയിൽ ആകാശത്ത് കാണുന്നത് എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ് മക്കളെ നമുക്ക് രാത്രിയിൽ ആകാശത്ത് കാണാനായിട്ട് പറ്റുന്നത്? നമുക്കൊരുപാട് നക്ഷത്രക്കൂട്ടങ്ങളെ ആകാശത്ത് കാണാനായിട്ട് സാധിക്കും അല്ലേ. പിന്നെ നമുക്ക് എന്ത് കാണാം മക്കളെ? അമ്പിളി മാമനെ എന്ത് ചെയ്യാം? ആകാശത്ത് കാണാനായിട്ട് പറ്റൂലേ. അപ്പോൾ ആ 2 കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? അവിടെ ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക എന്നതാണ് കേട്ടോ. നോക്കിക്കുക മക്കളെ, ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ തൊഴിലുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന് തൊട്ട് നേരെ തന്നിട്ടുള്ള കോളത്തിൽ അതേതാണ് തൊഴിൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ മിസ് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ് മക്കളെ? ഏതാണ് അത്? ജോലി ഡ്രൈവറാണ് അല്ലേ. അടുത്തത് ഏതാണ് വരുന്നത്? പോലീസ് ഓഫീസറാണ് വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? ആ ഒരു യൂണിഫോം കണ്ടാൽ മക്കൾക്ക് അറിയാമല്ലേ, ഡോക്ടറാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വരുന്നത് ആശാരില്ല, അല്ലെങ്കിൽ നമ്മൾ മരപ്പണിക്കാരൻ എന്നൊക്കെ പറയും. അപ്പം ആ ഒരു തൊഴിലുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള തൊഴിലുകളെല്ലാം മക്കൾ ഓർത്ത് വെച്ചിട്ട് പോവാട്ടോ. ചിത്രം തന്നാൽ അത് ഏതാണ് ജോലി എന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മക്കൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും ആഹാരത്തിൽ വേണ്ടതെല്ലാം ഉൾപ്പെടുത്തണം. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ലാവണ്യ ഓർത്തു. താഴെ തന്നിരിക്കുന്ന ആഹാര വസ്തുക്കൾ തരംതിരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധാന്യങ്ങൾ എന്ന് തന്നിട്ടുണ്ട്, ഇലക്കറികൾ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ പപ്പായ എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്കറിയാം അതെന്താണ് വരിക? പപ്പായ എന്ന് പറയുന്നത് പഴമാണ് അല്ലേ. അപ്പം പഴങ്ങൾ എന്നതാണ് അവിടെ വേണ്ടത്. പിന്നെ പാവയ്ക്ക തന്നിട്ടുണ്ട്. പാവയ്ക്ക എന്താണ്? പച്ചക്കറിയാണ് അല്ലേ. അപ്പോൾ അതാണ് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളതിൽ ധാന്യങ്ങൾ ആദ്യം മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ, ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും മക്കളെ? അതിൽ നമുക്ക് അരി എഴുതാം അല്ലേ, അരി എഴുതാം. അതുപോലെ തന്നെ ഗോതമ്പ് എഴുതാം അല്ലേ, അരിയും ഗോതമ്പൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പഴത്തിൽ പപ്പായ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴം നമുക്ക് എഴുതാം. ഇനി മാമ്പഴം ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ പഴങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പഴം തന്നെ എഴുതാം. നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ഇലക്കറികളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? യെസ്, ചീര എഴുതാം അല്ലേ, ചീര എഴുതാം. അതുപോലെ തന്നെ മുരിങ്ങയിലയും നമുക്ക് എഴുതാവുന്നതാണ്. ചീര അതുപോലെ തന്നെ മുരിങ്ങയില നമുക്ക് എഴുതാവുന്നതാണ്. ഇനി പച്ചക്കറികളിൽ പാവയ്ക്ക നമുക്ക് തന്നിട്ടുണ്ട്. പാവയ്ക്ക പോലെ തന്നെ പിന്നെ നമുക്ക് വഴുതൻ എന്താണ് മക്കളെ? പച്ചക്കറിയാണ്. അതുപോലെ തന്നെ തക്കാളി എന്താണ് മക്കളെ? പച്ചക്കറിയാണല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ചിത്രം നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇതുപോലെ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് മക്കൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ മാസത്തിൽ വെറും 100 രൂപ നിരക്കിലാണ് നിങ്ങൾക്കായിട്ട് ഇപ്പം സ്പെഷ്യൽ ഓഫറിൽ നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാസത്തിൽ വെറും 100 രൂപയ്ക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സുകൾക്ക് പുറമെയായിട്ട് നമ്മൾ വെക്കേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലും ആദ്യം ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം മാസത്തിൽ വെറും 100 രൂപയാണ് വരുന്നത്. ഇനി അതിന് പുറമെയായിട്ട് എഴുതാനും വായിക്കാനും പ്രയാസമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ, അതായത് മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി മിസ്സ് പറയട്ടെ, മക്കൾ ഡയറി കൂടി ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഡയറി എഴുതുന്നതാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി എഴുതി പഠിച്ചിട്ട് പോവുക. ഡയറി നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ നിങ്ങൾ അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.